ഹിറ്റുകളുടെ കഥ. യെസ്, അപ്പൊ നമ്മുടെ സൂപ്പർ ഹിറ്റുകളുടെ കഥ ഇന്നിവിടെ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു സിനിമയുടെ ജാതകം മുൻകൂട്ടി പ്രവചിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് വിദഗ്ധ പക്ഷത്തിന്റെ അഭിപ്രായം. ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും റീഷൂട്ടിങ്ങുകൾക്കും റീ എഡിറ്റിങ്ങുകൾക്കും ഒക്കെ വിധേയമായി തിയേറ്ററുകളിലെത്തി പ്രേക്ഷകർ കൈവിടുന്ന സിനിമകൾ അനവധി. ഒരുപാട് ആഘോഷിച്ചും കൊട്ടിയാഘോഷിച്ചുമെല്ലാം തിയേറ്ററുകളിലെത്തി ആദ്യ ദിവസം തന്നെ പരാജയപ്പെട്ട സിനിമകൾ നിരവധി. ഇതുപോലെ തന്നെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ തിയേറ്ററുകളിൽ കയറി പ്രേക്ഷകരെ വിസ്മയിച്ച് സൂപ്പർ ഹിറ്റുകളായി മാറിയ സിനിമകൾ മറുപുറത്ത്. എങ്ങനെയാണ് ഒരു വെള്ളിയാഴ്ച ബോക്സ് ഓഫീസിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ജാതകം മാറ്റിയെഴുതുന്നത്? തിയേറ്ററിനകത്തെ ഇരുണ്ട വെളിച്ചത്തിൽ കരകൗശങ്ങളും ആർപ്പുവിളികളും പൊട്ടിച്ചിരികളും കണ്ണുനീർ തുള്ളികളും സംഭവിക്കുന്നത് എങ്ങനെ? ഇന്നും വിസ്മയമായി തന്നെ തുടരുന്ന ആ ബോക്സ് ഓഫീസിന്റെ അറിഞ്ഞതും അറിയാത്തതുമായ കഥകൾ തേടിയുള്ള യാത്രയാണിത്. വെൽക്കം ടു അവർ ഷോ സൂപ്പർ ഹിറ്റുകളുടെ കഥ. ഇന്ന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതിമനോഹരമായ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഇന്ന് നമ്മൾ മമ്മൂക്കയും ശ്രീനിവാസ സാറും ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഈ ഒരു കഥ പറയുമ്പോൾ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് സൂപ്പർ ഹിറ്റുകളുടെ കഥ എത്തിയിരിക്കുന്നത്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് ഒരു കടമ്പയാണ്. ഒരു സംവിധായകനാകാൻ ശ്രമിച്ചിട്ട് അതിന് ലക്ഷ്യത്തിലേക്ക് എത്തിയവരും അതേപോലെ തന്നെ എത്താതെ പോയവരുമായിട്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. സ്കൂൾ കോളേജ് പഠനകാലം മുതലേ തനിക്ക് സിനിമയോടും സാഹിത്യത്തോടും ഉണ്ടായിരുന്ന അധിനിവേശം മനസ്സിലാക്കിയത് തന്റെ ചേച്ചിയുടെ ഭർത്താവും അതേപോലെ തന്നെ മലയാള സിനിമയിലെ മിന്നും താരമായിരുന്ന ശ്രീനിവാസൻ സാറുമായിരുന്നു. സിനിമ എന്ന മായിക ലോകത്തിലെ മന്ത്രതന്ത്രങ്ങളെ കുറിച്ച് ഇദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാക്കാൻ സിനിമയിൽ ഗുരുവായി ലഭിച്ചത് എക്കാലത്തെയും മികച്ച സംവിധായകന്മാരിൽ ഒരാളായിട്ടുള്ള സത്യൻ അന്തിക്കാടിനെയാണ്. സത്യൻ അന്തിക്കാടിന്റെ ശിക്ഷണത്തിൽ 14ഓളം സിനിമകളിൽ വർക്ക് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചത് സിനിമ എന്ന മായിക ലോകത്തെ പുതിയ മേച്ചിൽപ്പുറങ്ങളാണ്. കഥ പറയുമ്പോൾ ബാർബർ ബാലന്റെയും സൂപ്പർ സ്റ്റാർ അശോക് രാജിന്റെയും അപൂർവ സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സൂപ്പർ ഹിറ്റ് സിനിമ. ശ്രീനിവാസിന്റെ തിരക്കഥയിൽ നവാഗതനായ എം മോഹനൻ സംവിധാനം ചെയ്ത ഈ സിനിമ 2007 ക്രിസ്മസ് കാലത്താണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഞാൻ മാത്രം തന്നെ കറുപ്പായി പോയത്. അത് എടാ മോനെ, നിന്റെ അമ്മയെ ആദ്യം കെട്ടിയത് ഒരു ജർമ്മൻ സായിപ്പായിരുന്നു. ഇത് രണ്ടും അയാളുടെ മക്കളാണ്. എടാ, നെല്ലിമറ്റത്ത് സിനിമ ഷൂട്ടിംഗ് വരാൻ പോണെന്ന്. ആ കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഈ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഈ സിനിമയുടെ സംവിധായകൻ എം മോഹനൻ സാറാണ്. കഥ പറയുമ്പോൾ എന്ന മൂവിയുടെ പിറവിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കേൾക്കാം. ആ സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വേറൊരു സംഭവമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ അതിനിടയിലാണ് അവിചാരിതമായിട്ട് ശ്രീനിയേട്ടൻ എന്നെ ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു ത്രെഡ് പറഞ്ഞു, ഒരു 4 വരി. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ എനിക്ക് തോന്നിയത് നന്നായി വർക്കൗട്ട് ആകുന്നൊരു സാധനമാണെന്ന്. പക്ഷെ അടുത്ത ശ്രീനിയേട്ടൻ്റെ വാക്കെന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ മമ്മൂട്ടി ഒരു 4 ദിവസമെങ്കിലും അഭിനയിക്കേണ്ടി വരും. മമ്മൂട്ടി അഭിനയിക്കെങ്കിൽ മാത്രമേ ഈ സിനിമയുള്ളൂ, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് അഭിനയിക്കാതിരിക്കില്ല. കാരണം ഈ കേട്ടപ്പോൾ തന്നെ ഒരു കുചേലൻ്റെ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നൊരു സംഭവം. അപ്പോൾ ശ്രീനിവാസൻ പറയുമ്പോൾ തന്നെ അതിലുള്ളൊരു ഇമോഷൻ എന്ന് പറയുന്ന സാധനം എനിക്ക് നന്നായി ഫീൽ ചെയ്തു. ഞാൻ ശ്രീനിവാസൻ ഇത് കുചേലനാണല്ലോ, കുചേലൻ്റെ അത് തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ശ്രീനിവാസൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ ക്ലാസ്സിലുള്ളൊരു പെൺകുട്ടിക്ക് തന്നോട് ഭയങ്കര ലവ്. അവൾ എനിക്ക് എഴുതിയ ലവ് ലെറ്റർ അവളുടെ പുസ്തകത്തിൽ നിന്ന് സാറിന് കിട്ടി. അതെ, അവളുടെ ആ പുസ്തകം ഒരു അക്ഷയപാത്രം തന്നെ അല്ലേ സാർ? എത്ര ലവ് ലെറ്റേഴ്സ് ആണ് അതിൽ. ആ പുസ്തകത്തിൽ നിന്ന് തന്നെയല്ലേ ജോൺ മാത്യുവിന് അവൾ എഴുതി വെച്ച ലവ് ലെറ്ററും സാറ് പിടിച്ചത്? അത് വേറൊരു പുസ്തകത്തിൽ. എന്തായാലും ഇനി സാർ ലവ് ലെറ്റർ പിടിക്കണ്ട, ഫീസ് പിരിക്കാൻ പുതിയ എന്തെങ്കിലും നമ്പർ ഇറക്കണം സാർ. പിന്നെ അതിന് മുന്നേ തന്നെ നമ്മളൊരു പടം പെട്ടെന്ന് വർക്കൗട്ടായി, ഏകദേശം ഒരു സബ്ജക്റ്റൊക്കെ ഓൾമോസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഇത്
ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ ഉണ്ടാക്കണം. കാരണം ആ അവസാനത്തെ ഈ ടൈലൻഡിൽ വരുന്നൊരു സാധനമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സാധാരണ നമ്മൾ ടൈലൻഡ് പിന്നെ ആലോചിക്കുക. അപ്പോൾ ആ ടൈലൻഡിലേക്ക് എത്താൻ കുറേ പണിയുണ്ട്. ഇപ്പോൾ വിചാരിച്ചാൽ പെട്ടെന്നൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ഇത് ഞാൻ എത്ര മണിയും കാത്തിരിക്കാം. അങ്ങനെ അതിന് മുന്നേ ആലോചിച്ച സംഭവങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. കോളിഫ്ലവർ ഉണ്ടോ? കോളിഫ്ലവർ ഇല്ല. മഷ്റൂം? കോൺ കോൺ ഇല്ല. ക്യാപ്സിക്കം? അതെന്തോന്നാ? അത് ശരി, ക്യാപ്സിക്കം എന്താണെന്ന് പോലും അറിയില്ല. ഈ ഓണം കയറ മൂലേ കിടന്ന് നമ്മൾ വലയുമെന്നാ തോന്നുന്നത്. എനിക്ക് പണ്ട് മുതലേ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളോട് ഭയങ്കര ആഭിമുഖ്യമായിരുന്നു. ഞാൻ സത്യേട്ടൻ്റെ ആദ്യത്തെ പടം മുതൽ കോളേജ് പഠിക്കാൻ കാണുന്ന കാലഘട്ടത്തിൽ തന്നെ അത്ര സിനിമകളോട്, അതുകൊണ്ടാണ് സത്യേട്ടൻ്റെ പാളയത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊരു ടേസ്റ്റിൻ്റെ പുറത്താണ് അത്തരം കഥകൾ ആലോചിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ശ്രീനിവാസനും അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നം തോന്നിയതെന്ന് പറഞ്ഞാൽ, മമ്മൂക്ക കുറച്ച് സമയം മാത്രം വന്നു പോകുന്ന ഒരു കഥയിൽ ഈ കൊമേഴ്സ്യലി അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളൊരു ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം കാരണം മമ്മൂക്കയെ ഫുൾ സ്ക്രീനിൽ കാണാനാണെന്ന് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ പോലും ഒരു പ്രേക്ഷകനിൽ ഞാൻ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള രസകരമായിട്ട് സീനുകൾ ഉണ്ടാക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഓരോ സീനിലും ഈ അശോക് രാജ് എന്നുള്ളത് ഒരു ചർച്ചയായി മാറുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ക്യാരക്ടർ അശോക് രാജ് എന്നുള്ളത് കൊണ്ട് ആ അശോക് രാജിനെ സെൻട്രലിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റ് സീനുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മറികടക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. വേണമെങ്കിൽ ഞാൻ റബ്ബറിനെ കുറിച്ചുള്ള കവിത ഒന്ന് ചൊല്ലാം. ഓ എങ്കിൽ ഞങ്ങൾ പോകാതെ ചേട്ടാ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കോ. സഹ്യമലക്ക് പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്തു മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. പണ്ട് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. സഹ്യമലക്ക് പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. പണ്ട് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. പണ്ടേ മലയാളി റബ്ബറുണ്ടോ? ഞങ്ങൾക്ക് കളിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓ പിന്നെ ലോകകപ്പ് മത്സരം നടക്കൽ. മേലുകാവ് എന്ന ഗ്രാമത്തിലെ ബാർബറായ ബാലന്റെ ജീവിത കഥയിലൂടെയാണ് ഈ മൂവി കടന്നു പോകുന്നത്. ഭാര്യയും മക്കളുമായി ജീവിക്കുന്ന ഒരു സന്തുഷ്ട കുടുംബം. ബാർബർ ബാലനിലേക്ക് വരുന്നത് ആക്ച്വലി ആദ്യം കഥ തുടങ്ങുന്നത് ഒരു സ്കൂൾ മാഷായിട്ടായിരുന്നു. അത് അശോക് രാജും ഒരു സ്കൂൾ മാഷായിരുന്നു. അപ്പം ശ്രീനേട്ടൻ്റെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഫോണിലൂടെ പറയുമ്പോൾ പറഞ്ഞത് അശോക് മാഷ സ്കൂൾ മാഷ വേഷം നമ്മുടെ വേണുചേട്ടൻ അശോക് രാജിൻ്റെ റോള് മമ്മൂക്ക എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടൻറ്റൊക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇത് ശ്രീനേട്ടൻ തന്നെ ചെയ്താലായിരിക്കും കുറച്ചുകൂടി രസം ഉണ്ടാവുക. കാരണം ശ്രീനേട്ടനും മമ്മൂക്കയും തമ്മിലൊരു റിലേഷൻ പണ്ട് മുതലേ നമുക്ക് അറിയുന്നതാണ്. അപ്പം അതൊക്കെ പിന്നീട് ആലോചിക്കാം, അതൊന്നും ഇപ്പോഴും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ നമ്മളെ പല രീതിയിലും ചർച്ച ചെയ്ത് ആണ് ഒരു ദിവസം പറയുന്നത് ഈ സ്കൂൾ മാഷാകുമ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊരു രസമുണ്ടാവണമെങ്കിൽ നമുക്കൊരു ബാർബർ ആയാലെന്താണെന്നുള്ളൊരു ആലോചന വന്നു. അത് ശ്രീനേട്ടൻ തന്നെയാണ് ആ ആലോചന പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയം വെച്ചിട്ടല്ല, പല ഘട്ടങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ രൂപം ഉണ്ടാകുന്നത്. പിന്നീട് ശ്രീനേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീനേട്ടൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു നാദതരംഗം പോലെ കാലത്തിൽ അമ്മേ ദാ അച്ഛൻ വന്നു. ഇങ്ങനെ വീണ് പൊട്ടാൻ മാത്രം പാത്രങ്ങൾ ഇവിടെ അങ്ങനെ വന്നു. അച്ഛാ, വേണുമാഷെ കണ്ടു, കാര്യം ശരിയാക്കിയിട്ടുണ്ട്. ഈ വോൾട്ടേജ് ഇല്ലാത്ത ബൾബ് ഒന്ന് മാറ്റി തരാൻ പറഞ്ഞിട്ട് ദിവസം എത്രയാച്ചാ? ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇന്നും ഞാൻ അന്വേഷിച്ചു, ഒരു കടയിലും വോൾട്ടേജ് ഉള്ള ബൾബ് സ്റ്റോക്കില്ല. നുണ. പൊട്ടാത്ത പാത്രങ്ങൾ ഇനി എത്രയുണ്ട് അകത്ത്? എല്ലാം അടുക്കി വെക്കുമ്പോഴല്ലേ പെട്ടെന്ന് ഇവൻ അമ്മേ ദേ അച്ഛൻ വന്നു വിളിച്ചു കൂവിയത്. അതുപോട്ടെ, ചാർജ് കുറച്ചു എന്നുള്ള ബോർഡ് വെച്ചിട്ട് എങ്ങനെയുണ്ട്? കടയിൽ ആള് കയറി തുടങ്ങിയോ? അച്ഛൻ കണ്ണു തുറപ്പിക്കണ്ട, അമ്മ ഞങ്ങളോട് പറഞ്ഞു. അത് മക്കളെ,
ഈ കറങ്ങുന്ന കസേര 2 ദിവസത്തിനകം ശരിയാവുമല്ലോ. അതുവരെ ആളുകൾക്ക് ഒരു ഇളവ് കൊടുത്തേക്കാമെന്ന് വെച്ചു. അല്ലാതെ നമ്മൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ പരിഗണിച്ചു. പല ആക്ട്രസിനെയും ആലോചിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. അവസാനം നമ്മുടെ ഇത് ശോഭന ചേച്ചിയായിരുന്നു ആദ്യം ഒന്ന് ആലോചിച്ചത്. അപ്പോൾ അവർ വില്ലിങ് ആയിരുന്നു. പിന്നെ അവർക്ക് ആ സമയത്ത് എന്തൊക്കെയോ തിരക്കുകളായപ്പോൾ പിന്നീടാണ് മീനയിലേക്ക് ഉള്ള ആലോചന പോയത്. അപ്പം മമ്മൂക്കയുടെ ചർച്ച ചെയ്തപ്പം മീനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മീനയുടെ മുൻ സിനിമകളൊക്കെ നമുക്ക് കണ്ടതാണ്. അപ്പം മാത്രമല്ല ഈ ക്യാരക്ടർ വൈസ് മീന വളരെ ഓക്കെയാണ്. അപ്പോൾ പിന്നെ അവർ മറിച്ചൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവരുടെ അടുത്ത് കഥ പറഞ്ഞു, അവർ റെഡി. അമ്മ എന്ത് കണ്ടിട്ടാ ഈ അച്ഛനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്? സൗന്ദര്യവും ഇല്ല, ഉയരവും ഇല്ല. അന്ന് സൗന്ദര്യം കുറച്ചുണ്ടായിരുന്നു. ഉയരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അച്ഛനെ കാണുന്നത് മതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്നതായിട്ടാ. അപ്പൊ നല്ല ഉയരം ഉണ്ടായിരുന്നു. പിന്നല്ലേ മനസ്സിലായത് ഒരു കല്ലിന്റെ പുറത്ത് കയറി നിൽക്കായിരുന്നു. പ്രാരാബ്ദങ്ങളും മറ്റുമായി മുന്നോട്ട് പോകുന്ന ഇവരുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലുമായി വരുന്ന ഒരുപാട് നിഷ്കളങ്കരായ ഗ്രാമീണർ. അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും അസൂയയും എല്ലാം കൂടെയായി രസകരമായി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം. പച്ചക്കറി കടക്കാരൻ യേശുദാസൻ പലിശ 750, തോമസ് വൈദ്യൻ പലിശ 3000, ഇറച്ചിക്കട ഏലിയാസ് പലിശ 6000, ആശാരി ഭരതൻ പലിശ 300. കോരയും വർക്കി 2 ആള് 2 ദിശകളിലേക്ക് നീങ്ങട്ടെ. ഈ കറങ്ങുന്ന കസേരയും മാർബാടങ്ങളൊക്കെ എന്നുണ്ടായത് ബാല? പഴയതൊന്നും അത്ര പെട്ടെന്ന് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഇന്ന് ഞാൻ ഇവിടുന്ന് മുടിവെട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ അശോക് രാജിൻ്റെ ടൈലൻഡിലേക്ക് പോകുന്നതിനുള്ള അവിടെ എത്തുന്നതിനുള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നല്ലോ ഈ ആദ്യത്തെ കുറേ സീനുകളൊക്കെ. അപ്പം നമ്മൾ ഈ കഥാപാത്രങ്ങളൊക്കെ ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഉള്ള അനുഭവങ്ങളുണ്ട്. ഈ അവിടെ കുറച്ച് പൈസക്കാരനൊക്കെ ഉണ്ട്, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ നിരന്തരമുള്ള. അപ്പോൾ അത്തരം ക്യാരക്ടറുകൾ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യാണ് ചെയ്തത്. പിന്നീട് ഇത് ആ ക്യാരക്ടർ ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ ഇന്ന ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ അവരുടെ മാനസങ്ങൾ വെച്ചിട്ട് ഇത് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ കോട്ടയം നസീറൊക്കെ അങ്ങനെ ഉണ്ടായി. പിന്നെ ചിലതൊക്കെ ഈ കോട്ടയം നസീർ ആയാലും ഇന്നസെൻ്റ് ഏട്ടനൊക്കെ ആയാലും മുകേഷ് ഏട്ടനൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ചില തമാശകളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നമുക്കൊരു ഷൂട്ടിൻ്റെ അപ്പുറത്തേക്ക് ഇത് നമ്മൾ ഓരോ സീനുകളും വായിക്കുകയും ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൂടെ സിനിമ ഷൂട്ട് ചെയ്തൊരു പ്രതീതിയാണ് ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴുള്ളത്. തങ്കഭസ്മം തീർന്നു പോയതിന് നിർമ്മാതാവിനെ തല്ലുകാരൻ വല്ലതും പറഞ്ഞു? നിർമ്മാതാവിനെ തല്ലുകാര്യം പറഞ്ഞില്ല, തങ്കഭസ്മം തീർന്നു പോയി എന്ന് മാത്രം പറഞ്ഞു മൊയലാളി. അപ്പൊ മൊയലാളി തന്നെയല്ലേ പറഞ്ഞത് ഒരു ചാക്ക് തങ്കഭസ്മം കൽക്കട്ടയിൽ ഇറക്കി കൊടുക്കാമെന്ന്? ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. സിനിമയുടെ സൂപ്പർ സ്റ്റാർ അശോക് രാജും സംഘവും ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഇവരുടെ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ് സിനിമയുടെ വഴിത്തിരിവ്. അതായത് ശ്രീനിയേട്ടൻ എനിക്ക് തോന്നുന്നത് ഈ മമ്മൂക്കയുടെ അടുത്ത് ആദ്യം ഇങ്ങനെയൊരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത് ആലോചിച്ചിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. ശ്രീനിയേട്ടൻ മമ്മൂക്കയെ നേരിട്ട് കാണുമ്പം പറയാം എന്നുള്ള രീതിയിലാണ്. പിന്നീട് മമ്മൂക്കയുടെ ഒരു ഭാർഗവചരിതം ആ പടത്തിൻ്റെ ഷൂട്ട് സമയത്ത് ശ്രീനിയേട്ടൻ നേരിട്ടിട്ട് ആ കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല ശ്രീനിയേട്ടൻ പറഞ്ഞ മമ്മൂക്കയുടെ കണ്ണൊക്കെ ഒന്ന് നനഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അശോക് രാജിന്റെ ക്ഷണം കിട്ടി, ഉടനെ പുറപ്പെട്ടു. ഞങ്ങൾ അങ്ങേരെത്തി കൊണ്ടുപോകണം. ഹലോ, എന്താ സംശയം വല്ലതുണ്ടോ? ഇതാണ് ബാർബർ ബാലൻ, അശോക് രാജിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി. എല്ലാവരും നിങ്ങൾ ഞങ്ങളോട് വരുന്നുണ്ടോ അതോ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയാൽ മതിയോ? അവരിവിടെ നിന്നോട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. വടക്കേ മുറി ഗാനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അശോക് രാജ് തിരക്കിലായിരിക്കും. ചെന്നൈ ഉടനെ ഗാനങ്ങളൊക്കെ ചൊല്ലിക്കും. എല്ലാവരും വരൂ. അപ്പൊ ഇതുവരെ പറഞ്ഞു ഒന്നും നിങ്ങൾ കേട്ടില്ലേ? ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല. അശോക് രാജ് ബാർബർ ബാലന്റെ സുഹൃത്താണെന്ന് പറഞ്ഞില്ലേ? സുഹൃത്താണെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കണ്ടോളൂ. ഇവിടെ വരാനാണല്ലോ അങ്ങേര് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അശോക് രാജിനോട് ചെന്ന് പറയ് ബാർബർ ബാലൻ വന്നിട്ടുണ്ടെന്ന്. മിസ്റ്റർ, ഒരാളെയും കടത്തിവിടാൻ ഞങ്ങൾക്ക് നിർദ്ദേശമില്ല. കൂടുതൽ സംസാരിക്കണ്ട, സ്ഥലം വിട്ടോളൂ. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ആദ്യമായിട്ടൊരു ഷൂട്ടിംഗ് വന്നിട്ട് അത് നാട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാ സാറേ? ഈ സിനിമയിലേക്ക് ഗാനങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. ഉറക്കം ഒളിച്ചിരുന്ന് എഴുതിയ 500ഓളം ഗാനങ്ങളാണ്. ഇതവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഉടനെ മടങ്ങിക്കൊള്ളാം. ഉടനെ മടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ചെങ്ങാതികളാവുമ്പോ ബാലനും അശോക് രാജിനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ടാവില്ലേ? നിങ്ങൾ അശോക് രാജിനോട് എന്ന് കാര്യങ്ങൾ പറ. എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു തവണ മുതലാളി,
എവന്മാര് സഹകരിക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്താ പറഞ്ഞത്? ഇവന്മാരാ? ഏ? ബാലൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ പേടിക്കുന്ന മൊയിലാളി? വാ പോവാ വാ. അങ്ങോട്ട് മാറി നിൽക്കാൻ. മൊയിലാളിക്ക് ഷൂറുകളാണ്. എന്റെ ഗാനങ്ങൾ ഉറക്കമൊളിച്ചിരുന്നത് 500 ഗാനങ്ങൾ. എനിക്ക് ഇത് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നു. ഈ നമ്മൾ സീനിയേട്ടനും ഞാനും ഒരുമിച്ച് ഇതിനെക്കുറിച്ച് നേരിട്ട് കണ്ട് ഇത് ചർച്ച ചെയ്തപ്പോൾ അപ്പോഴും സീനിയേട്ടൻ പറഞ്ഞു മമ്മൂക്ക ഒന്ന് ഫുൾ അങ്ങനെ തകർത്ത് ഇതാകുന്നൊരു സമയമാണല്ലോ. അപ്പം ഇങ്ങനെ ചെറിയൊരു വേഷത്തിൽ, പക്ഷെ അപ്പോഴും സെൻട്രൽ ക്യാരക്ടർ അശോക് രാജ് എന്നുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷേ അഭിനയിക്കാൻ അത്ര ദിവസം വേണ്ട. അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്തായാലും മമ്മൂക്ക നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അത് ഓക്കെ ആയിരിക്കും, കാരണം നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനതിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂക്കയും ശ്രീയേട്ടനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, പേഴ്സണലായിട്ട്. അത് നമുക്ക് നന്നായിട്ട് അറിയാം, കാര്യം നമ്മൾ പേഴ്സണലി കുടുംബപരമായിട്ട് അറിയുന്നത് കൊണ്ട് അത് നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന എൻ്റെ ഒരു വിശ്വാസം. അത് സിനിമയിലും ഉറപ്പായിട്ടും വർക്കൗട്ട് ആവുന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപമാറ്റം ഉണ്ടായത്. ബാർബർ ബാലനും സൂപ്പർ സ്റ്റാർ അശോക് രാജും ബാല്യകാലത്ത് സുഹൃത്തുക്കളായിരുന്നു എന്ന് നാട്ടുകാർ അറിയുന്നതോടുകൂടി ബാർബർ ബാലന്റെ ജീവിതം ഇവിടെ മാറി മറയുകയാണ്. പൂരം കണ്ട് നിൽക്കാതെ നീ ഒന്ന് സഹായിക്കട പൊട്ട. ശരി. പതുക്കെ. നല്ല ഒന്നാന്തരം ജപ്പാൻ കസേര ഒരെണ്ണം ഒത്തു കിട്ടി ബാല. ഇതെവിടേക്കാ? ഇത് ബാലന്, വേറെ ആർക്ക്? പുലർച്ചയ്ക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കൊച്ചിക്ക് വിട്ടതാ. കിടന്ന് പ്രസംഗിക്കാതെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോയിട്ടാ. എനിക്ക് മനസ്സിലായില്ല. ഇതാണ് ബാല കറങ്ങുന്ന കസേര. 15,000 രൂപ കൊടുത്താൽ എന്താ 100 കൊല്ലത്തേക്ക് വേറെ ഒരെണ്ണം വാങ്ങേണ്ടി വരില്ല. എനിക്ക് കസേര വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? കോൾ അടിച്ചല്ലേ ബാല? എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണ്ട, എടുത്തോണ്ട് പോകുന്നുണ്ടോ? മൊയിലാളി, ഈ തല്ലിപ്പൊളി കസേര എന്ത് ചെയ്യണം? കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചിട. എന്റെ കസേര തൊട്ട് ബുദ്ധിമോശം കാണിക്കാതെ ബാല. കസേര ബാല, ദാ ഇന്ന് മുതൽ ഇതാണ് നിന്റെ കസേര. എത്രയോ കാലമായി നീ മോഹിച്ച കസേര. ദാ, ഇത് നോക്ക്, കണ്ട? എന്തൊരു കത്രിക, എന്തൊരു കത്തി, പൗഡർ, സോപ്പ് എല്ലാം ഉണ്ട്. ഉദ്ഘാടനായിട്ട് താ എനിക്കൊന്ന് ഷേവ് ചെയ്തതാ ബാല. എന്റെ കസേര എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ വിധം പറഞ്ഞേക്കാം. ബാലന് ഇഷ്ടല്ലെങ്കിൽ ഓശാരം വേണ്ട, പണം കുറേശ്ശെ ആയിട്ട് ഉള്ളപ്പോ തന്നാ മതി, പലിശ വേണ്ട. എന്താ? അയ്യോ, ഇത് ലോകത്തെ 8ാമത്തെ അത്ഭുതമാണല്ലോ. 9ാമത്തെ ഒരു അത്ഭുതം കാണാ. ബാലേട്ടാ, മുന്നിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയല്ലേ. അത് എന്നെ എനിക്കും പറയാനുള്ളൂ. ഇതിന്റെ ഒക്കെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പിടികിട്ടാത്തത്. വളരെ ചെറിയൊരു ഉദ്ദേശമേ എനിക്കുള്ളൂ. അശോകരാജൻ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എന്റെ പൊന്നു ബാല. അതൊരിക്കലും നടക്കില്ല. പതുക്കെ ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 2, 3, 4, 5 ദിവസം കഴിഞ്ഞിട്ട് മതി. അപ്പൊ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇപ്പോഴടുത്ത് പോലും ഞാൻ ആ ക്ലൈമാക്സിലങ്ങ് കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന അതിൽ പല ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കതിന് ഒറ്റ ഉത്തരേ തോന്നിയിട്ടുള്ളൂ, തോന്നിയതല്ല. അതായത് മമ്മൂക്കയും ശ്രീനിവാസനും തമ്മിലുള്ള റിയൽ ലൈഫിലുള്ള ഒരു റിലേഷൻ, മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നെയാണ് അശോക് രാജും ബാർബർ ബാലനും തമ്മിലുള്ള റിലേഷൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അത് ലോകത്ത് എവിടെയായാലും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു സംഭവമാണ്, ആ ഒരു റിലേഷൻ തന്നെയാണ് മമ്മൂക്കയെ കൊണ്ടത് പറയിപ്പിച്ചത്. നിങ്ങളാണ് പ്രൊഡ്യൂസറെങ്കിൽ എനിക്ക് കാശ് വേണ്ട എന്ന് മമ്മൂക്കയെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഈ സിനിമയിൽ കാണുന്ന അശോക് രാജ് റിയലായിട്ടും അശോക് രാജ് തന്നെയാണ്. മമ്മൂട്ടിയുടെ അശോക് രാജും മമ്മൂട്ടിയും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്തൊരു സൗഹൃദം ഉള്ളതുകൊണ്ടാണല്ലോ കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് ഞാൻ പ്രതിഫലമില്ലാതെ അഭിനയിച്ചു എന്നതിലുപരി ആ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ടായതിൻ്റെ ഒരു സൈക്കോളജി അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇന്നും അശോക് രാജിനെ കുറിച്ച് പറയുന്നത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ സിനിമ നിർമ്മിച്ചത് മുകേഷും ശ്രീനിവാസനുമായിരുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, വേറെ കഥയും സംഭവങ്ങളായിരുന്നു, അതിന് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പിന്നീട് ആ സിനിമ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു രൂപത്തിലേക്ക് കഥ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിചാരിതമായിട്ട് ഈ സബ്ജക്റ്റ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില പ്രൊഡ്യൂസർ പിൻവാങ്ങി, പിന്നെ പലരും കടന്നു വന്നു. പക്ഷേ അതൊന്നും പിന്നെ നമ്മൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ രീതിയിലേക്ക് പോയിട്ടില്ല. പിന്നെ ഈ പ്രൊഡക്ഷൻ ഈ സിനിമ ശ്രീനിയേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നൊരു സജഷൻ ആദ്യം വെക്കുന്നത് ആരോ ചേട്ടനാണ്. അപ്പോൾ ശ്രീനിയേട്ടനും അങ്ങനെ സിനിമ അങ്ങനെ പ്രൊഡക്ഷൻ രംഗത്ത് വരാനുള്ള താല്പര്യം ശ്രീനിയേട്ടൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൻഡോ ചേട്ടൻ പറഞ്ഞു, ശ്രീനിയേട്ടൻ ഇതൊരു നല്ലൊരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മുകേഷ് ചേട്ടൻ കഥ കേട്ടപ്പോൾ മുകേഷ് ചേട്ടൻ പറഞ്ഞു, ശ്രീനി ഇത് നമുക്കിത് ചെയ്യാം, കാരണം ഇത് പടം തിയേറ്റർ ഹിറ്റാവില്ല എല്ലാം നമുക്കറിയില്ല, അത് നമുക്ക് വിഷയമാക്കണ്ട, പക്ഷേ ഇത് നല്ലൊരു സിനിമയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും
അങ്ങനെ ഈ കാര്യം മമ്മൂക്കയുടെ അടുത്ത് എനിക്കൊന്ന് ചെന്നൈയിൽ വെച്ചിട്ടാണെന്ന് മമ്മൂക്കയുടെ അടുത്ത് പോയി പറയുന്നത്, ഞങ്ങൾ പ്രൊഡ്യൂസർ എന്ന്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിങ്ങളാണ് പ്രൊഡ്യൂസർ, എങ്ങനെ കാശൊന്നും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചില മാറ്റങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വലിയൊരു സംഭവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. ആ ജംഗ്ഷനിൽ ഒരു കടയിലും ഇത്രയും നല്ല പൊറോട്ട കിട്ടില്ല. അതുകൊണ്ട് ആ ബാലിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. കടയിൽ ആളെ ഇരുത്തി പോകുന്നതാ, അല്ലെങ്കിൽ ഈ പൊറോട്ടയൊന്നും ഞാൻ കഴിക്കാറില്ല. ദഹിക്കാത്ത വൃത്തിയായിട്ട സാധനം. ബാല, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സൽക്കരിക്കുന്നയാൾ അതിഥിയുടെ സന്തോഷമല്ലേ നോക്കേണ്ടത്? ഒരു തർക്കത്തിന് ഞാനില്ല. തർക്കത്തിന് ഞാനുണ്ട്. ഏതായാലും ഇവിടം വരെ വന്നില്ലേ ബാല, കുറച്ച് കഴിക്കൂ പ്ലീസ്. ഈ പൊറോട്ട സൽക്കാരം എന്തിനാണെന്നാ പിടികിട്ടാത്തത്. പൊറോട്ട മാത്രമല്ല, മട്ടണും ഉണ്ട്. ഓവ്, എന്തോ ഒരു കെണിയാണല്ലോ ഇത്. ചാച്ചാ, ബാലൻ എന്ത് കെണി? ഞാനൊരു കെണിയിലകപ്പെട്ടിരിക്കുക. അതിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ബാലനെ കഴിയൂ. ഞാൻ രക്ഷപ്പെടുത്താനോ? ട്യൂഷൻ സെന്ററിലെ പിള്ളേരെ ഒന്ന് ഷൂട്ടിങ് കാണിക്കണം. ബാലൻ അശോകരാജനോട് പറഞ്ഞ് അയ്യോ ബാല, എന്ത് പറ്റി ബാല? ബാല, ബാല, വെള്ളം കുടിച്ചേ? അതുകൊണ്ട് കാര്യമില്ല. ഒരിക്കലും വന്ന് കുറേ ദിവസം നീണ്ടുനിൽക്കുന്ന ഇക്കളായത്. ഗാനങ്ങളെന്ന് ഒന്ന് അതിൻ്റെ അകത്ത് ഗിരീഷ് ഏട്ടൻ എഴുതിയ ഒരു മാമ്പുള്ളി എന്നുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും കഥയുടെ ആദ്യ ഘട്ടത്തിലൊന്നും ഒരു സോങ് എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മമ്മൂക്കയുടെ ഒരു സോങ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് അതോടൊപ്പം ഈ സോങ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഷൂട്ട് നമ്മൾ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മുടെ പറഞ്ഞു വരുന്ന ഫീൽ ഗുഡ് സിനിമയുടെ കഥയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനും പാടില്ല. പെട്ടെന്ന് നമ്മൾ വേറൊരു ഐറ്റം ഡാൻസ് പോലുള്ള സാധനത്തിലേക്ക് പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് പെട്ടെന്നത് ഇത് ജർക്ക് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ കഥയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വടക്കൻ ശൈലിയിലുള്ളൊരു പാട്ട് ആവാമെന്നുള്ള ഞാനും ശ്രീനിയേട്ടനും പുത്തഞ്ചേരി ഗിരീഷേട്ടനും ഒക്കെ ഇരുന്നിട്ട് അങ്ങനൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് മാമ്പുള്ളിക്കാവിൽ എന്നുള്ളൊരു സാധനം വന്നത്. ചുരാൻ എഴുതിയ പാട്ടാണ്. അതിന് കുറച്ച് സമയമെടുത്തു. നമ്മൾ ആദ്യം ഒരുപാട് പാട്ടുകൾ രൂപത്തിലേക്ക് പോയെങ്കിലും അത് അന്നേരം നമുക്ക് തൃപ്തികരമായിട്ട് തോന്നിയില്ല. പിന്നീട് ശ്രീനേട്ടൻ അനിൽ പനച്ചൂരാനെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ അനിലിൻ്റെ അടുത്ത് കുറച്ച് സംഭവങ്ങളങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ നാളെ വരുമ്പോഴേക്കും ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ എറണാകുളത്താളത്. അപ്പോൾ പിറ്റേ ദിവസം ശ്രീനേട്ടനും അനിലും കണ്ടപ്പോൾ അനിൽ ഒരു 4 വരികളങ്ങ് പാടിക്കൊടുത്തപ്പോൾ ശ്രീനേട്ടൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അതായത് ഈ ഇതിൻ്റെ പുതിയ പുതിയ വാക്കുകളാണ്, ആമാശയത്തിൻ്റെ ആശുപത്രിക്കാണെന്നൊരു വാക്കുകളൊക്കെ, അതിൽ തന്നെ നല്ലൊരു കഥയും ഉണ്ട്, അതിൽ തന്നെ നല്ലൊരു രസവുമുണ്ട്. അങ്ങനെ അവിടുന്നാണ് ആ കഥ പാട്ട് റെഡിയാവുന്നത്. പിന്നെ പിറ്റത്തെ ആഴ്ച അനിൽ എറണാകുളത്ത് വന്നപ്പോഴാണ് ഞാൻ അനിലിനെ നേരിട്ട് കണ്ടിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. വ്യത്യസ്തനാമൊരു ബാർബറാംബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറാംബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ 7 ആർട്സ് എന്ന വിതരണ കമ്പനിയുടെ പങ്ക് ചെറുതല്ല. 100 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് കഥ പറയുമ്പോൾ. ഇത് ഈ ഡിസ്ട്രിബ്യൂഷൻ ശ്രീനേട്ടൻ വഴിക്കാണ് വിജയകുമാർ സാർ എടുക്കുന്നത്. വിജയകുമാർ സാറിന് 7 ആർട്സിൻ്റെ വൻ ചിത്രങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ടീമാണല്ലോ. അപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി. കാരണം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു കമ്പനിയിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സംവിധായകന് വലിയൊരു ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വിജയകുമാർ സാർ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ചു. വിജയകുമാർ സാർ മാത്രമേ, വിജയകുമാർ സാറിൻ്റെ സ്റ്റാഫ്, ജനറൽ മാനേജറായിരിക്കുന്ന ആൾക്കാരൊക്കെ അത് ഓരോ ദിവസവും അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പോഷൻ രീതിയിലായാലും എല്ലാ രീതിയിലും കൊടുത്തു. അതിനുപരി ഈ ചാനലിൽ ഈ ഏഷ്യാനെറ്റായിരുന്നു അതിൻ്റെ ചാനൽ റേറ്റ് എടുത്തത്. ഏഷ്യാനെറ്റ് നന്നായിട്ടത് പ്രൊമോട്ട് ചെയ്തു, മറ്റ് ചാനലുകളും പ്രൊമോട്ട് ചെയ്തു. പിന്നെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ആൾക്കാർ ആ പടം കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം 40 വർഷമായിട്ട് സിനിമ കാണാത്ത ചില ആൾക്കാരൊക്കെ പോയിട്ട് കണ്ടതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
അവരെ ഉപദ്രവിക്കരുതെന്ന് പറയും. ശരി. നമ്മുടെ ആ ഉച്ചക്ക് ശ്രീനേട്ടൻ ആ സീന് മമ്മൂക്കക്ക് വായിച്ചു കൊടുക്കുമ്പോൾ, ഒരു ബ്രേക്ക് സമയത്താണ് വായിച്ചു കൊടുക്കുമ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. ശരിക്കും ആ സീന് ശ്രീനേട്ടൻ ഞാനതിൻ്റെ തലേദിവസം ആ സീന് വായിച്ചപ്പോൾ തന്നെ ശ്രീനേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ശ്രീനേട്ടൻ ഈ സീന് നന്നായിട്ട് വർക്കൗട്ടാവും, ഭയങ്കര സംഭവമാണ്, ഭയങ്കര ടച്ചിങ്. അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം എന്ന്. ഞാൻ പെട്ടെന്ന് തോന്നിയല്ല, ഞാൻ ആ ഒറ്റയ്ക്കിരുന്നിട്ട് റൂമിലേക്ക് രാത്രി അതിൻ്റെ ഇവർ ഷഫീർ സെട്ട് സീന് കൊണ്ടു തന്നപ്പോൾ ഞാനിത് വായിച്ചിട്ട് ശരിക്കും നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞങ്ങ് ഒഴുകി. അപ്പോൾ തന്നെ ഞാൻ ശ്രീയാണ് വിളിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും അത് പ്രേക്ഷകന് ഫീൽ ചെയ്യുന്ന ഉറപ്പാണ്. കാരണം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ ഒരു ഉള്ളിലുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെ നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ശ്രീനിവാസനും മമ്മൂട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇത് അശോക് രാജും ബാർബർ ബാലനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെയൊക്കെ ഒരു റിയാലിറ്റി ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അന്നവൻ വെറും അശോകനായിരുന്നു, നിർധനായ രാജന്റെ മകനായിരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. അപ്പോൾ ആ സെറ്റിൽ അത് നമുക്ക് നമ്മളെല്ലാവരും കേട്ടിരിക്കുകയാണ്, ഈ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ കേട്ടിരിക്കുക. അവരെല്ലാം പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മമ്മൂക്ക ശരിക്കും റിയലായിട്ട് മമ്മൂക്കയുടെ കണ്ണ് നിറഞ്ഞാണത്. അതാണ് നമ്മൾ അത് അത് നമ്മുടെ റിഹേഴ്സലാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തു, 2 ക്യാമറ ഷൂട്ട് ചെയ്തു. പക്ഷേ ശരിക്കും ഒരു ഷോട്ട് നമുക്ക് ഒരു ക്യാമറ റണ്ണൗട്ട് ആയതുകൊണ്ട് വളരെ ഇതായിട്ടുള്ളൊരു ആംഗിൾ ഷോട്ട് കിട്ടിയിട്ടില്ല. അപ്പം തന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ആ സ്കൂൾ പഠിക്കുന്ന പിള്ളേരുടെ പേരൻസൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. അവരൊക്കെ സൈലൻ്റാണ്. ഒരു പിന്ന് വീണാൽ കേൾക്കാവുന്ന സൈലൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീനേട്ടൻ ഷോട്ട് എടുക്കുമ്പോഴും ഇതിൻ്റെ റിയേഷൻ, മമ്മൂക്ക പ്രസംഗിക്കുന്ന റിയേഷൻ നമ്മൾ സെപ്പറേറ്റ് എടുക്കുമ്പം ഈ മൈക്കിലൂടെ മമ്മൂക്കയുടെ പ്രസംഗം നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ വായിച്ചു കൊടുത്തു. അപ്പോഴും ഇതിന് പിറകിലുള്ള ആൾക്കാർക്ക് ഇതായിരിക്കുക. അപ്പോൾ റിയലായിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കാണുന്ന പോലെയാണ്. 2 സുഹൃത്തുക്കൾ റിയലായിട്ട് കാണുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും കണ്ടത്. സത്യം പറയാൻ വെച്ചാൽ നമ്മളൊക്കെ കട്ട് പറയാൻ മറന്നു, ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നൊക്കെ അവസ്ഥയായിരുന്നു. അത് ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവം എന്തൊരു മഹത്തരമായ സംഭവമാണെന്ന് ഇന്നും നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ഈ ക്ലാസ്മേറ്റിനൊക്കെ ശേഷം ക്ലാസ്മേറ്റ് കണ്ടപ്പോൾ തന്നെ നമുക്കത് വല്ലാതെ ചെയ്തൊരു സാധനമാണ്. അതിലപ്പുറത്തേക്ക് പോയി എന്നുള്ളത് അപ്പോഴാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ശ്രീനിയേട്ടൻ ആദ്യം പറഞ്ഞൊരു വാക്ക്, ഈ മമ്മൂട്ടി ഉണ്ടെങ്കിൽ ഈ സിനിമ നടക്കുള്ളൂ, മമ്മൂട്ടി ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയാൻ കാരണം, ഇന്ത്യയിൽ വേറെ ഒരു ആർട്ടിസ്റ്റ് ചെയ്താലും അത് നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഓരോ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട് കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിറകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, ബാലായി കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട,
നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതി. ഒരു പ്രണയത്തിലകപ്പെട്ട് നാട് വിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുന്നു. അവൻ്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോൾ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എൻ്റെ ബാലനെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അത് ഞാനിപ്പം എൻ്റെ അടുത്ത് പല ഇൻ്റർവ്യൂകളിലും ഞാനിപ്പം കഥ പറയുമ്പോൾ ശേഷം പല സ്കൂളുകളിലൊക്കെ പോകുമ്പോഴും പല കുട്ടികളും പല ഏജിലുള്ള ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം നമ്മളിപ്പോഴും ആ സിനിമ കാണുമ്പോൾ, ഇപ്പം ഞാൻ പോലും ഇപ്പോഴും ആ ക്ലൈമാക്സ് കാണുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയാറുണ്ട്. ഒരുപാട് തവണ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തുനിന്ന് കണ്ടിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം എൻ്റെ ചേച്ചി, എൻ്റെ ശ്രീയുടെ വൈഫ് ഇപ്പോഴും പറയും, ആ കഥ പറയുമ്പോൾ സിനിമയുള്ള സമയത്ത് ടി വിയിൽ വരുന്ന സമയത്ത് ലാസ്റ്റ് സീൻ ആകുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോകുന്നു, ഈ കരയാൻ തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴടുത്ത് പോലും ഞാൻ ആ ക്ലൈമാക്സിലങ്ങ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന അതിൽ പല ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കതിന് ഒറ്റ ഉത്തരേ തോന്നിയിട്ടുള്ളൂ, തോന്നിയതല്ല. അതായത് മമ്മൂക്കയും ശ്രീനിവാസനും തമ്മിലുള്ള റിയൽ ലൈഫിലുള്ള ഒരു റിലേഷൻ, മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നെയാണ് അശോക് രാജും ബാർബർ ബാലുവും തമ്മിലുള്ള റിലേഷൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അത് ലോകത്ത് എവിടെയായാലും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു സംഭവമാണ്, ആ ഒരു റിലേഷൻ തന്നെയാണ് മമ്മൂക്കയെ കൊണ്ടത് പറയിപ്പിച്ചത്. നിങ്ങളാണ് പ്രൊഡ്യൂസറെങ്കിൽ എനിക്ക് കാശ് വേണ്ട എന്ന് മമ്മൂക്കയെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഈ സിനിമയിൽ കാണുന്ന അശോക് രാജ് റിയലായിട്ടും അശോക് രാജ് തന്നെയാണ്. മമ്മൂട്ടിയുടെ അശോക് രാജും മമ്മൂട്ടിയും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്തൊരു സൗഹൃദം ഉള്ളതുകൊണ്ടാണല്ലോ കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് ഞാൻ പ്രതിഫലമില്ലാതെ അഭിനയിച്ചു എന്നതിലുപരി ആ ഒരു റിലേഷൻ വർക്കൗട്ടായതിൻ്റെ ഒരു സൈക്കോളജി അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇന്നും അശോക് രാജിനെ കുറിച്ച് പറയുന്നത്. അവിടെ പറഞ്ഞതെല്ലാം കേട്ടു. വലിയ ആളായി കഴിയുമ്പോൾ പഴയതെല്ലാം മറന്നു പോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഇപ്പോ എന്റെ കുടിലേക്ക് നീ വന്നു. ഒരുപാട് അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കാണാനൊത്തില്ല. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലേ ബാല? അങ്ങനെയല്ല, ഒന്നുമില്ലാതെ നാട് വിട്ടപ്പോ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ കുറേ സമയമെടുത്തു. കണ്ണടച്ച് തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. ആദ്യമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കാലം കടന്നു പോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല? ഞാനങ്ങനെ വിചാരിച്ചു പോയി. മമ്മൂക്കയായിട്ട് ഞാൻ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞാൻ അസിസ്റ്റൻ്റ് ആകുന്നതിന് മമ്മൂക്കയുടെ പരിചയമുണ്ട്. പല സ്ഥലങ്ങളിലും ശ്രീനേട്ടൻ വഴിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 3 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 സ്നേഹതീരം, പിന്നെ ഗോളാന്തര വാർത്ത, കനൽക്കാറ്റ്. അപ്പോൾ അപ്പോഴൊക്കെ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വർക്ക് ചെയ്യാൻ നല്ല അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല അതേപോലെ തന്നെയാണ്. അതായത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് മമ്മൂക്ക എന്നോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്ത് അതേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ എന്ന രീതിയിലും മമ്മൂക്ക ബിഹേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശ്രീനിയേട്ടനോടുള്ള ആ ഫാമിലിയോടൊക്കെ ഒരു ഇഷ്ടം കൂടി എന്നോട് ചിലപ്പം ഉണ്ടായിരിക്കും നമ്മളൊരു പെരുമാറ്റത്തിൽ. പക്ഷെ എന്നെ മമ്മൂക്കയുടെ ഇത് പറയുമ്പോൾ എന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ഹാർട്ട് ടച്ചിങ് സാധനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.
അതായത് ഈ നമ്മൾ ലാസ്റ്റിലെ അശോകരാജ് ഈ ബാർബർ ബാലൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു സീനായിരുന്നു. അപ്പോൾ മമ്മൂക്കയെ നേരത്തെ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മമ്മൂക്കയുടെ ഷോട്ടുകളൊക്കെ നേരത്തെ എടുത്തു, വീട്ടിൻ്റെ അകത്തുള്ള ഷോട്ടുകളൊക്കെ എടുത്തു. മമ്മൂക്ക കഴിഞ്ഞു, പടം കഴിഞ്ഞു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഷെയ്ഖൻ്റെ കൊടുത്തിട്ട് പോയതാണ്. പോയി അപ്പോൾ എൻ്റെ തൊട്ട താഴത്തെ വീട്ടിലാണ് ഈ ആർട്ടിസ്റ്റൊക്കെ ഡ്രസ് ചേഞ്ചും റെസ്റ്റ് എടുക്കാനൊക്കെ ഉപയോഗിച്ചത്. അതിൻ്റെ ആ വീട് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു, നമുക്ക് ഈ ബാർബർ ബാലൻ്റെ നൈബറായിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇത് വാവ നമ്മൾ അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, സാറേ മമ്മൂക്ക വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളിലൊന്ന് ഭയന്നു, എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ അടുത്ത് പറ്റിയോ. അങ്ങനെ യാത്ര പറഞ്ഞ് പോയതാണല്ലോ. അപ്പോൾ ഷോട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ മമ്മൂക്കയെ നമ്മൾ നേരത്തെ വിടാൻ വേണ്ടിയാണ് മറ്റ് ഷോട്ടുകളൊക്കെ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനുമായി. പക്ഷേ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി അടുത്തേക്ക് മമ്മൂക്ക ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ വെയിറ്റ് ചെയ്ത. ഞാൻ മമ്മൂക്ക അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിടാ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എടാ ഈ പടം നന്നായി വരും, നീ എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ നമുക്ക് ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ പല ആൾക്കാർ അനുഗ്രഹിക്കാറുണ്ട്. എങ്ങനെ അതവർക്ക് തലയിൽ നമ്മൾ തൊട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ആ തലയിലേക്ക് തലയിൽ കൈവച്ചിട്ട് ആ തൊട്ടതിൻ്റെ ഒരു ഫീല് അത് വളരെ എനർജി ആയിരുന്നു. ആ ടച്ചിങ്ങിൻ്റെ സുഖം എനിക്ക് ഇപ്പോഴും പലപ്പോഴും കിട്ടാറുണ്ട്. അതിലൊരു വല്ലാത്തൊരു ആത്മാർത്ഥതയോ എന്തൊക്കെയോ ഇത് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എനിക്കത് ഇപ്പോഴത് പറയാൻ തോന്നില്ലല്ലോ ഇത്ര വർഷം കഴിഞ്ഞിട്ടും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്, അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമാണ്. ശ്രീദേവി, ബാലന്റെ മക്കൾ. തിയേറ്ററുകളിൽ കളക്ഷൻ നേടിയ ഒരു ചിത്രം എന്ന നിലയിലും മറ്റു റൈറ്റ്സുകൾ വിറ്റ് ഒരുപാട് ലാഭം നേടിയ ചിത്രം എന്ന നിലയിലും കഥ പറയുമ്പോൾ ഇന്നും മുന്നിട്ട് നിൽക്കുന്നു. സാമ്പത്തികമായിട്ട് അന്നത്തെ ആ വർഷവും സമീപ വർഷങ്ങളിലെ ഏറ്റവും നല്ല ലാഭം കിട്ടിയ പടം തന്നെയായിരുന്നു. റീമേക്കിലൂടെയും പിന്നെ തിയേറ്റർ കളക്ഷനിലൂടെയും വലിയൊരു വൻതോതിലുള്ള ലാഭം കിട്ടിയ സിനിമ തന്നെയാണ്. സാർ അദ്ദേഹവുമായി എത്ര കാലം മുമ്പുള്ള അടുപ്പമാണ്? കാലമല്ല സൗഹൃദത്തിന്റെ അളവുകോൽ, ബന്ധത്തിന്റെ ആഴമാണ്. സൈനത്താത്ത കണ്ടോ ഞങ്ങളുടെ അശോകേട്ടനെ? ഒന്ന് പോയിക്കോട്ടെ. യെസ്, അപ്പോൾ ഈ ഒരു കഥ പറയുമ്പോൾ എന്ന മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു മൂവി തന്നെയാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും ടി വിയിലൊക്കെ വരുന്ന സമയത്ത് കണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ ഇത്തരത്തിലൊരു എപ്പിസോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മുടെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ഏത് സിനിമയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾസോ നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മേഘ. ഐ ആം സൈനിങ് ഓഫ്. ബൈ ബൈ.